ഞാൻ ആഗ്രഹിച്ച AR മുരുകദോസിൻ്റെ ഒരു തിരിച്ചൊരു SKയുടെ മദ്രാസി എന്ന് പറയുന്ന സിനിമയോട് സംഭവിച്ചിരിക്കുകയാണ്. ഇതെൻ്റെ മാത്രം ഒപ്പീനിയനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചൊരു ഫീൽ ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ സ്റ്റൈൽ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ലോകേഷിൻ്റെ സിനിമകൾ കാണുന്ന പോലെ ഒരു കാലത്ത് ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഫസ്റ്റ് ഡേ പോയി കണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ആക്ഷൻ സീക്വൻസ് അതുപോലെ തന്നെ ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംവിധായകനാണ്. കുറച്ച് ആളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് അങ്ങനെ നമ്മളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും പരാജയപ്പെട്ടു. അതായത് അടുത്തടുത്ത് കുറച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്, അതെല്ലാം പരാജയപ്പെട്ട സിനിമകൾ. ദർബാർ ആണെങ്കിലും സർക്കാരൊക്കെ ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷൻസിനെ കിട്ടിയിട്ടില്ല. അദ്ദേഹം ചെയ്തിട്ട് പോയിട്ടുള്ളൊരു സിനിമകളുണ്ട്. ഇപ്പോൾ കത്തിയാണെങ്കിലും തുപ്പാക്കിയാണെങ്കിലും അതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൂടെ കിട്ടിയിട്ടില്ല. അതൊന്നും ഇപ്പോൾ സർക്കാരിലാണെങ്കിലും ദർബാറിലൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം ഉണ്ട് പടത്തിൽ, എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ പോലും അത് മിസ്സിങ് ആണ്. പക്ഷേ മദ്രാസിലോട്ട് വരുമ്പോൾ അതെല്ലാം തിരിച്ച് അദ്ദേഹം കൃത്യമായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വലിയൊരു മാസ് ഓഡിയൻസിൻ്റെ കൂടി ഇരുന്ന് കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സിനിമ നമ്മൾ കത്തി ആഘോഷിച്ച പോലെ തുപ്പാക്കിയൊക്കെ കണ്ടുപോലെ ഒരു ഫീല് കിട്ടുമായിരുന്നു. കയ്യടിയിലൂടെ നമുക്ക് ഫീല് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ സിനിമ കാണാൻ ആരുമില്ല, കുറവാണ് തിരക്ക്. ഞാൻ പേഴ്സണലി തിരക്ക് കുറവാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഫീല് കിട്ടിയില്ല. എന്നാൽ ഒരു ഓഡിയൻസിൻ്റെ ഒപ്പം വലിയൊരു മാസ് ഓഡിയൻസിൻ്റെ കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ വേറെ രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സിനിമ തന്നെയാണ്. തീർച്ചയായിട്ടും വിജയിന് പകരക്കാരനായിട്ട് ശിവകാർത്തികനെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഇതിലെ വില്ലന്മാർ അത്യാവശ്യം നമ്മുടെ AR മുരുകദോസിൻ്റെ വില്ലന്മാർ കിടലായിരിക്കും. നായകന്മാരെക്കാളും കൂടുതൽ കയ്യടി നേടുന്ന വില്ലന്മാരായിരിക്കും. അതിവിടെ സംഭവിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വില്ലന്മാരെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊരു പ്രത്യേകത വെച്ചാൽ ശിവകാർത്തികനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, നായകനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ചൊരു വേറെ രീതിയിലാണ്. അതൊരു ഡിഫറൻ്റായിട്ട് എനിക്ക് തോന്നി. ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷൻസിനെ കൃത്യമായിട്ട് തന്നെ ത്രൂ ഔട്ട് അത് പിടിച്ച് പോകുന്നുണ്ട്. അത് SK നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനം എത്തിയപ്പോഴേക്കും ആ ഡ്യൂറേഷൻ്റെ ഒരു പ്രശ്നം പോലെ തോന്നി. ആ സിനിമയുടെ ഒരു ഒഴുക്ക് ലാസ്റ്റിലോട്ട് എത്തിയപ്പോഴേക്കും കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടി ആക്ഷൻസ് കുറച്ചിരുന്നെങ്കിൽ രസമായിരുന്നു എനിക്ക് തോന്നിയത്. പേഴ്സണലായിട്ടുള്ളൊരു ഇതാണ് എനിക്ക്. നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സിനിമ തന്നെയാണ് നല്ല രീതിയിൽ. പിന്നെ ബിജുമേനോനുണ്ട്. ബിജുമേനോൻ അത്യാവശ്യം ഒരു നല്ലൊരു ക്യാരക്ടറാണ്. സാധാരണ മലയാളത്തിൽ നിന്ന് ഒരു നടനെ വിളിക്കുമ്പോൾ ചെറിയ രീതിയിലൊക്കെ അഭിനയിപ്പിച്ചിട്ട് വെറുപ്പിക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കും അവർ പോകുന്ന കഥാപാത്രമായിട്ട് വന്നു പോകുന്നത്. പക്ഷേ ഇതിൽ അത്യാവശ്യം മെയിൻ കഥാപാത്രമാണ്. പിന്നെ ഇതിൽ ലോകേഷിൻ്റെ ഒരു സിനിമകളുടെ ഒരു റെഫറൻസ് പോലെയൊക്കെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് നിങ്ങളിത് കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടും ഈ സിനിമ വിജയിന് പകരക്കാരനായിട്ടുള്ള രീതിയിൽ SKനെ നമുക്ക് ഇനി മുന്നോട്ട് കാണാമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ ഉള്ളൊരു സിനിമയാണ് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ AR മുരുകദോസിൻ്റെ ഒരു വലിയ തിരിച്ചുവരവ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സിനിമ കൂടിയാണ്.